സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി കടുത്ത പ്രതിസന്ധിയിലേക്ക്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവാണ് പദ്ധതിക്ക് തിരിച്ചടിയായത്. പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. സംസ്ഥാനത്ത് ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെ പാലിനും മുട്ടയ്ക്കും വില കുതിച്ചുയർന്നതാണ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ താളം തെറ്റിച്ചത്. നിലവിൽ പ്രീ പ്രൈമറി, ലോവർ പ്രൈമറി വിഭാഗങ്ങളിലെ ഒരു കുട്ടിക്ക് 6 രൂപ 78 പൈസയും UP വിഭാഗത്തിൽ 10 രൂപ 17 പൈസയുമാണ് സർക്കാർ വിഹിതമായി നൽകുന്നത്. 2025 പരിഷ്കരിച്ച ഈ നിരക്ക് വെച്ച് നിലവിലെ വിപണി വിലയിൽ ഭക്ഷണം ഒരുക്കുക എന്നത് സാധിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരിക്കുകയാണ്. ഉച്ചഭക്ഷണത്തിന് വേണ്ടി പ്രത്യേക മെനുവാണ് സ്കൂളുകളിൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ മെനുവിലെ വിഭവങ്ങൾ കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയിലാണ് അധ്യാപകർ. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. അധിക പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് നൽകുന്ന പാലിന്റെയും മുട്ടയുടെയും കാര്യത്തിലാണ് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിരിക്കുന്നത്. ഒരു മുട്ടയ്ക്ക് സർക്കാർ നൽകുന്നത് 6 രൂപയാണെങ്കിൽ പൊതുവിപണിയിൽ 8 രൂപ മുതൽ 10 രൂപ വരെയാണ് വില. 1 ലിറ്റർ പാലിന് സർക്കാർ വിഹിതമായി ലഭിക്കുന്നത് 52 രൂപ എന്നിരിക്കെ വിപണിയിൽ ശരാശരി 60 രൂപ നൽകേണ്ടി വരും. ഈ തുക തികയാതെ വരുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കിയാണ് പല സ്കൂളുകളിലും അധ്യാപകർ ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ കാര്യം സർക്കാർ അടിയന്തരമായി ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് അധ്യാപകർക്ക് ഉന്നയിക്കാനുള്ളത്. ജനം, തിരുവനന്തപുരം.